ദൈവത്തിൽ ആശ്രയിച്ച് സൽപ്രവർത്തികൾ ചെയ്യാം. നീതിയോടെ നമുക്ക് പ്രവർത്തിക്കാം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. കർത്താവിൻ്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നമ്മൾ യിരെമ്യാവ് 5-ാം അധ്യായമാണ് ധ്യാനിക്കാൻ പോകുന്നത്. ഇതിൽ നമുക്ക് കാണാൻ കഴിയും, യഹൂദ ജനതയോട് ദൈവം ന്യായം വിധിച്ചിട്ടും ദൈവം പല സാഹചര്യങ്ങളിലായി അവരോട് ഇടപെട്ടിട്ടും ഏത് വഴിയിൽ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കണമെന്ന് അവരോട് ഇടപെട്ടിട്ടും സംസാരിച്ചിട്ടും അരുളി ചെയ്തിട്ടും അവരുടെ ശിക്ഷ നൽകിയിട്ടും ഒന്നും അവർ മടങ്ങി വരുവാൻ ആഗ്രഹിക്കാതെ അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കി യഹോവയെ നിഷേധിക്കാൻ തക്കവണ്ണം അധർമ്മത്തിൻ്റെ പ്രവർത്തികളോട് അവർ കടന്നു പോകും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് യിരെമ്യാ പ്രവാചകനോട് യഹോവ ചോദിക്കുകയാണ്, ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവൻ ഉണ്ടോ? ഹല്ലേലൂയ. അവരുടെ പിന്മാറ്റങ്ങൾ വളരെ പെരുകി. ദൈവം പറയുന്ന ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ വ്യഭിചാരം ചെയ്തു. അവർ കുതിരകളെ പോലെ തീറ്റി തടിപ്പിച്ച കുതിരകളെ പോലെ അവർ മതിച്ചു നടക്കും. താൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയെ നോക്കി അവർ ചിറാലിക്കുന്നു. അങ്ങനെ അധർമ്മത്തിലൂടെ അവർ കടന്നു പോകുകയാണ്. യഹോവയ്ക്ക് അനിഷ്ടമായ അന്യദേവന്മാരെ അവർ സേവിക്കുകയാണ്. അപ്പോൾ യഹോവ അവരോട് പറയുകയാണ്, ഇങ്ങനെയുള്ളൊരു ജാതിയോട് ഞാൻ പകരം ചെയ്യാതിരിക്കുമോ? എങ്കിലും അവരെ മുടിച്ചു കളയരുതെന്ന് യഹോവ പറയുന്നു. ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണ്! ഇത് തന്നെ 18-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ അന്നാളിലും ഞാൻ നിങ്ങളെ മുടിച്ചു കളയുകയില്ല. ഹല്ലേലൂയ. അവർ യഹോവയെ നിഷേധിക്കുകയാണ്. 21-ാം വാക്യത്തിൽ പറയുന്നു, കണ്ണുണ്ടായിട്ടും അവർ കാണുന്നില്ല, ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ല. അവർ ന്യായവിധി നൽകിയിട്ടും ന്യായ പ്രമാണങ്ങളെ നൽകിയിട്ടും അവർ അതിലൊന്നും അനുസരിക്കാനോ അവർ മത്സരിച്ച് ശഠിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയാണ്. അവർക്ക് വേണ്ട സമയത്ത് ദൈവം മുൻമഴ നൽകി, പിന്മഴ നൽകി, അവർക്ക് വേണ്ട ആവശ്യങ്ങളെയൊക്കെ ദൈവം നിറവേറ്റി. എന്നാൽ അവരുടെ പാപങ്ങൾ വളരെ അതിക്രമിച്ചതുകൊണ്ട് തുടർന്നുള്ള നന്മയ്ക്ക് തടസ്സം വരികയാണ്. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന നുകം ആ ഒരു നുകം തന്നെ അവർ തെറ്റിച്ച് കളഞ്ഞ് ദൈവത്തിന് അനീതിയായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ നമ്മൾക്കിതിലൂടെ എന്താണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്? നമ്മളെക്കുറിച്ച് ഒരിക്കലും ആത്മീയമായി മന്ദതയുള്ളവരാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആത്മാവിൽ എരിവുള്ളവരായി ദൈവത്തെ സേവിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്. ദൈവം ഇടപെടുന്ന കാര്യങ്ങൾ, ദൈവം സംസാരിക്കുന്നത് വചനത്തിലൂടെ സംസാരിക്കുമ്പോൾ, ദൈവദാസന്മാരിൽ കൂടെ സംസാരിക്കുമ്പോൾ നമ്മുടെ വേദനകൾ കൂടി നമ്മുടെ സന്തോഷങ്ങൾ കൂടി ദൈവം സംസാരിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ഈ ദിവസങ്ങളിൽ നമ്മുടെ ചെവി ദൈവത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി ഏറ്റുകൊടുക്കണം കേട്ടോ. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അതിനെ കണ്ണുണ്ടായിട്ടും അത് കാണാതെയോ ചെവിയുണ്ടായിട്ടും കേൾക്കാതെയോ ഉള്ള ഒരു അവസ്ഥയിലായിരിക്കരുത്. നമ്മുടെ ഉള്ളിലെ ആത്മകണ്ണുകൾ തുറക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ അധികം ശ്രദ്ധയോടെ കേൾക്കുവാൻ, അത് ഉൾക്കൊള്ളുവാൻ, അത് ഓരോ ദിവസവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. ഹല്ലേലൂയ. ദൈവം നമ്മളെ വിളിച്ചത് സൽപ്രവൃത്തികളിൽ ഉത്സാഹമുള്ളവരാകുവാനാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ തെറ്റിലായിരുന്നു, ഒരു സമയത്ത് നമ്മൾ ഇരുട്ടിലായിരുന്നു, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രവൃത്തികൾ, നമ്മൾ അവിശ്വാസത്തിലായിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ ദൈവം നമുക്ക് വേണ്ടി നൽകി. എന്തിനു നമുക്ക് വേണ്ടി നൽകി? സൽപ്രവൃത്തികൾ ശുഷ്കാന്തിയുള്ള ഒരു ജനമാകുവാൻ. ഹല്ലേലൂയ. ദൈവം നമ്മളെ സേവ് ചെയ്തതുകൊണ്ട്, ദൈവം നമ്മളെ രക്ഷിച്ചതുകൊണ്ട് നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്തതുകൊണ്ടല്ല ദൈവം നമ്മളെ രക്ഷിച്ചത്. ദൈവത്തിൻ്റെ കൃപയാലും ദൈവത്തിൻ്റെ കരുണയാലും മാത്രമാണ് ക്രിസ്തുവിൻ്റെ രക്തം നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം സൽപ്രവൃത്തികൾ, ദൈവത്തിൽ ആശ്രയിച്ച് സൽപ്രവൃത്തികൾ ചെയ്യാം. നീതിയോടെ നമുക്ക് പ്രവർത്തിക്കാം. ഹല്ലേലൂയ. നന്മകൾ കർത്താവ് മുടക്കം വരാതിരിക്കാൻ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നടക്കുക. ഹല്ലേലൂയ. നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ സൗമ്യമായ ജെന്റിൽ വാണിംഗ് നമുക്ക് തരും. നമ്മൾ തെറ്റിലേക്ക് കടക്കുമ്പോൾ, ഇനി നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഒത്തിരി ജഡത്തിൻ്റെ മോഹങ്ങൾ, ലോകത്തിൻ്റെ യൗവന മോഹങ്ങൾ നമുക്ക് പറയാം. അതുപോലെ തെറ്റിപ്പിക്കുന്ന, കണ്ണഞ്ചിപ്പിക്കുന്ന എന്തോരം മോഹങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിലോട്ടൊക്കെ നമ്മുടെ ഹൃദയം വാഞ്ചിക്കും, നമ്മുടെ ജഡം അതിനോട്ട് വാഞ്ചിക്കുമ്പോൾ ഉള്ളിലെ ആത്മമനുഷ്യൻ, ഉള്ളിലെ പരിശുദ്ധാത്മാവ് നമ്മളെ വന്ന് ജെന്റിലായിട്ട് വാൺ ചെയ്യും. അതിനെ കേൾക്കുവാൻ നമ്മൾ ഇടയാക്കണം. എബ്രായർ 4 ഒരു വാക്യമുണ്ട് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച്. അത് പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെ വിവേചിക്കുന്നതുമാകുന്നു. നമ്മുടെ ഹൃദയത്തിൽ ഏതാണ് തെറ്റ്, ഏതാണ് ശരിയെന്ന് നമുക്ക് അഭിമുഖീകരിക്കുമ്പോൾ വചനം നമ്മൾ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് വാൺ ചെയ്യും. അപ്പോൾ ഈ ദിവസങ്ങൾ വചനം കേൾക്കുവാൻ, വചനം വായിക്കുവാൻ, ധ്യാനിക്കുവാൻ, ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ, അതിനോട് റെസ്പോണ്ട് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ജെന്റിൽ വാൺ ചെയ്യുമ്പോൾ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞ് ദൈവഹിത പ്രകാരം സൽപ്രവൃത്തികളെ ചെയ്ത്, മത്തായിലൊരു വാക്യമുണ്ട്, നമ്മൾ വെളിച്ചം മറ്റുള്ളവർക്ക് പ്രകാശമായി തീരട്ടെ. അങ്ങനെ നമ്മുടെ സൽപ്രവൃത്തികളെ
കണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുവാനിടയാകട്ടെ. നമ്മളൊരു പ്രകാശമാണ് മറ്റുള്ളവർക്ക് വേണ്ടി. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറ്റുള്ളവർക്ക്, ആ പ്രകാശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ